പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്ത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പുതിയ ടോപ്പിക്കാണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്നതാണ്. അതിലെ ഫസ്റ്റ് പാർട്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. What is investment criteria? It refers to the evaluation of different investment projects based on their utility and cost of production. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകളാണ്, ഡിഫറെൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. അത് അതിൻ്റെ യൂട്ടിലിറ്റിയുടെയും അതിൻ്റെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ്റെയും അടിസ്ഥാനത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറ്റ് ഇൻവോൾവ്സ് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾസ് എസ്പെഷ്യലി വെൻ കൺസിഡറിങ് ലോങ് ടേം പ്രൊജക്റ്റ്. ഇതിൽ നിന്ന് നമുക്ക് ഇത് ഇൻവോൾവ് ചെയ്യുന്നത് സെലക്ടിങ് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് റൂൾസ്, പ്രത്യേകിച്ച് ലോങ് ടേം പ്രൊജക്റ്റ്. ദിസ് പ്രോസസ് ഈസ് ആൾസോ നോൺ ആസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ഇതിനെ നമ്മൾ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് എന്ന് പറയും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് വേർ ടു അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഫോർ ഒപ്റ്റിമൽ റിട്ടേൺ. നമുക്ക് മാക്സിമം റിട്ടേൺ ലഭിച്ചുകൊണ്ട് എങ്ങനെ ഫിനാൻഷ്യൽ റിസോഴ്സിൽ എവിടെയാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത് എന്ന് ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ കീ സ്റ്റെപ്സ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. ഒന്നാമത്തെ എസ്റ്റിമേറ്റ് ക്യാഷ് ഫ്ലോ. അതിൻ്റെ ക്യാഷ് ഫ്ലോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇത് എസ്റ്റിമേറ്റ് ദ ക്യാഷ് ഫ്ലോ ദാറ്റ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഈസ് എക്സ്പെക്ട് ടു ജനറേറ്റ് ഓവർ ഇറ്റ്സ് ലൈഫ് സ്പാൻ. അതിൻ്റെ ജീവിതകാലത്ത് അതിൻ്റെ അവസാനം വരെ എത്ര ജനറേറ്റ് ചെയ്യുന്ന, അതിൻ്റെ ക്യാഷ് ഫ്ലോ എത്ര ജനറേറ്റ് ചെയ്യുന്നുണ്ട്. ദിസ് ക്യാഷ് ഫ്ലോ ക്യാൻ ഇൻക്ലൂഡ് റവന്യൂ. ഇതിൽ റവന്യൂ ഇൻക്ലൂഡ് ചെയ്യും, എക്സ്പെൻസ് ഇൻക്ലൂഡ് ചെയ്യും, ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോ റിലേറ്റഡ് ടു ദ പ്രൊജക്റ്റുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അതർ ഫിനാൻഷ്യൽ ഇൻഫ്ലോസും ഔട്ട്ഫ്ലോസും. അപ്പോൾ ഈ പ്രൊജക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അതിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ക്യാഷ് ഫ്ലോ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, estimate required discount rate. The next step is to determine appropriate discount rate is to be used in evaluating the investment. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ എന്ത് ചെയ്യണം, ഡിസ്കൗണ്ട് റേറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളത് ഡിറ്റർമിൻ ചെയ്യണം. ഡിസ്കൗണ്ട് റേറ്റ് അക്കൗണ്ട് ഫോർ ടൈം വാല്യൂ ഓഫ് മണി. അതായത് ടൈം വാല്യൂ ഓഫ് മണി എന്താണ് നമ്മൾ ഫസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നുള്ള പണത്തിൻ്റെ ഇന്ന് നമുക്ക് കിട്ടുന്ന മൂല്യം നാളെ ഉണ്ടാവില്ല എന്ന് പറയുന്ന രീതി ഉണ്ടല്ലോ. റിഫ്ലക്റ്റ് ഇൻ ദ ഫാക്ട് ദാറ്റ് എ ഡോളർ റിസീവ്ഡ് ഇൻ ദ ഫ്യൂച്ചർ ഈസ് വർത്ത് ലെസ് ദാൻ ഡോളർ റിസീവ്ഡ് ടുഡേ. ലെസ് ദാൻ ആയിരിക്കും നാളെ നമുക്ക് റിസീവ് ചെയ്യുന്നത് ഇന്നത്തേനെ അപേക്ഷിച്ച് ആ ഡോളറിൻ്റെ മൂല്യം കുറവായിരിക്കുമെന്നുള്ളത്. അത് നമ്മൾ ആ ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ എസ്റ്റിമേറ്റ്, നാളെ നമുക്ക് 10,000 കിട്ടുന്നുണ്ട് എന്ന് കരുതിക്കൊണ്ട് നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇന്ന് ചിലപ്പം 10,000 ലഭിക്കുന്നതായിരിക്കും അതിലേറെ ഗുണം. അതാണ് ഡിസ്കൗണ്ട് റേറ്റ് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യണം എന്ന് പറയുന്നു. സെലക്ട് അപ്രോപ്രിയേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. എന്ത് ചെയ്യണം, ബേസ്ഡ് ഓൺ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോസ് ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് വേരിയസ് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്സ് ആർ യൂസ്ഡ് ടു ഇവാലുവേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ. ദീസ് ടെക്നിക്സ് ഹെൽപ്സ് ഇൻ സെലക്ടിങ് ദ മോസ്റ്റ് വയബിൾ ആൻഡ് പ്രോഫിറ്റബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ്. ഡിഫറെൻറ്റ് പ്രൊജക്റ്റ് ഉണ്ടാവും. അതിന് നമ്മൾ ക്യാഷ് ഫ്ലോയും ഡിസ്കൗണ്ട് റേറ്റൊക്കെ ചെക്ക് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ ഇവാലുവേറ്റ് ചെയ്യണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഏറ്റവും വയബിൾ ആയിട്ടുള്ള ഇത് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ. സൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയയുടെ എസെൻഷ്യൽ ഫീച്ചേഴ്സ് ഒന്ന്, കൺസിഡറേഷൻ ഓഫ് ആൾ ക്യാഷ് ഫ്ലോസ്. എല്ലാ ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യും, കൺസിഡർ ചെയ്യും. ഒരു സൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ എന്ത് ചെയ്യും, പിന്നെ ആൾ റിലവൻറ്റ് ക്യാഷ് ഫ്ലോ അസോസിയേറ്റഡ് വിത്ത് ദ പ്രൊജക്റ്റ് ടു അക്യുറേറ്റ്ലി അസസ് ഇസ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഫിനാൻഷ്യൽ വയബിലിറ്റി. എന്ത് ചെയ്യണം, എല്ലാ ക്യാഷ് ഫ്ലോസ് എന്ത് ചെയ്യും, അത് കൺസിഡർ ചെയ്യും. രണ്ടാമത്തത് ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ ഏറ്റവും നല്ലൊരു മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് റാങ്കിങ് ഓഫ് പ്രൊജക്റ്റ്. ദ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ അലോ മാനേജ്മെൻറ്റ് ടു റാങ്ക് ഡിഫറെൻറ്റ് പ്രൊജക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ചെയ്യാൻ പറ്റും ഏറ്റവും ബെസ്റ്റ് ഏത് എന്നുള്ളത്. അണ്ടർ കൺസിഡർ ബേസ്ഡ് ഓൺ ദെയർ എക്സ്പെക്റ്റഡ് റിട്ടേൺ ആൻഡ് അതർ ഫിനാൻഷ്യൽ മെട്രിക്സസ്. അത് അതിൻ്റെ എക്സ്പെക്റ്റഡ് റിട്ടേണും അതർ ഫിനാൻഷ്യൽ മെട്രിക്സസിൻ്റെയും അടിസ്ഥാനത്തിൽ. പ്രിയോറിറ്റി ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്. വെൻ ഇവാലുവേറ്റ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ് വേർ ചൂസിങ് വൺ പ്രിഗൻസ് ദ സെലക്ട് ഓഫ് അതേഴ്സ്. ഒരു മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളതിൽ ഏറ്റവും അതിലേത് പ്രിയോറിറ്റി, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയ ഹെൽപ്സ് ഇൻ പ്രിയോറിറ്റൈസിങ് പ്രോജക്റ്റ് ദാറ്റ് ഓഫർ ദ ഹയസ്റ്റ് വാല്യൂ ഓർ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ റിട്ടേൺ നൽകുന്ന പ്രൊജക്റ്റിന് പ്രിയോറിറ്റൈസ് ചെയ്തുകൊണ്ട് അതിന് പ്രിയോറിറ്റി കൊടുക്കുക. കൺസിഡറിങ് ഓഫ് ക്യാഷ് ഫ്ലോ ടൈമിംഗ്. പ്രൊജക്റ്റ് ദാറ്റ് ജനറേറ്റ് ലാർജർ എമൗണ്ട് ഓഫ് ക്യാഷ് ഫ്ലോ ഏർലി ഓൺ
are often prioritized. They can contribute faster recovery of initial investment and improved liquidity. നമ്മൾ ഏതൊരു ക്യാഷ് ഫ്ലോ ഏതൊരു പ്രൊജക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ഫാസ്റ്ററായിട്ട് അതിൻ്റെ എന്ത് ചെയ്യണം, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റും അതിൽ നിന്ന് കിട്ടുന്ന റിട്ടേണും ഏറ്റവും ഫാസ്റ്ററായി കിട്ടുന്നതായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പം നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ക്രൈറ്റീരിയയിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കൺസിഡർ ഓഫ് ആൾ ക്യാഷ് ഫ്ലോ നോക്കണം, റാങ്കിങ് ഓഫ് പ്രൊജക്റ്റ്, പ്രയോറിറ്റി ടു മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്റ്റ്, കൺസിഡറേഷൻ ഓഫ് ക്യാഷ് ഫ്ലോ ഓഫ് ടൈം, മേജർ ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ. ഇതിൽ മേജർ ഡിസ്കൗണ്ടിങ് ക്രൈറ്റീരിയ ഒന്നാമത്തത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ, 2 ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ, 3 ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ, 4 മോഡിഫൈഡ് ഇൻറ്റേർണൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇതിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആണ്. എന്താണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് നമുക്ക് നോക്കാം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് എ ഫിനാൻഷ്യൽ മെട്രിക് യൂസ്ഡ് ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ്. ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫിനാൻഷ്യൽ മെട്രിക്സ് ആണ് ടു ഇവാലുവേറ്റ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഓർ ബിസിനസ് ഡിസിഷൻ. ഏതെങ്കിലും ഒരു ബിസിനസ് ഡിസിഷൻ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്ത് ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റിൻ്റെ പ്രോഫിറ്റബിലിറ്റി ഇവാലുവേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെൻറ്റ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ആൻഡ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട് ഫ്ലോ ഓവർ ദ പീരിയഡ് ഓഫ് ടൈം. ഓവർ ദ പീരിയഡ് ഓഫ് ലൈഫ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റിൽ എത്രയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസും ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ഇതിൽ മെഷർ ചെയ്യുന്നത്. ലൈഫ് ഓഫ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസ്കൗണ്ട് അറ്റ് എ സ്പെസിഫൈഡ് റേറ്റ് ഓഫ് റിട്ടേൺ, ഡിസ്കൗണ്ട് റേറ്റിലാണ് ഇത് മെഷർ ചെയ്യുക. ഹിയർ ദ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ. കൺസെപ്റ്റ് ഓഫ് ഇതിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് കൺസെപ്റ്റ് ഓഫ് ടൈം വാല്യൂ ഓഫ് മണി. ടൈം വാല്യൂ ഓഫ് മണി നമ്മൾ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുന്നത് നമ്മൾക്ക് ഇന്ന് ഒരു പണം $1 റിസീവ് ചെയ്യുന്നത് നാളെ റിസീവ് ചെയ്യുന്നതിനെക്കാട്ടിലും വർത്ത് ഉണ്ടായിരിക്കും എന്നുള്ളത്. ദിസ് ഈസ് ഡ്യൂ ടു ഫാക്ടേഴ്സ് സച്ച് ആസ് ഇൻഫ്ലേഷൻ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, റിസ്ക്. എന്നാൽ ഇന്ന് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ചിലപ്പോൾ ആ പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്നത്ര നാളെ വാങ്ങാൻ കഴിയുന്നില്ല. അതിന് കാരണം ഇൻഫ്ലേഷനാണ്. പിന്നെ അതിൻ്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, നമുക്ക് ഇന്ന് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്താൻ കഴിയും, റിസ്ക്, ഈ കാര്യങ്ങളൊക്കെ കൊണ്ടൊക്കെയാണ്. നമ്മളിതിൻ്റെ ഇക്വേഷൻ നോക്കാവുന്നതാണ്. NPV is equal to minus CF0 plus CF1 divided by 1 plus R whole power 1 plus CF2 divided by 1 plus R square plus CF3 divided by 1 plus R cube plus CFN divided by 1 plus R power N. ഇനി 4 ഉണ്ടെങ്കിൽ 4 ഇയർ ആണെങ്കിൽ ഇത് N വരെയുള്ള ടൈം പീരീഡ്. അതിൽ NPV പറഞ്ഞാൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ, CF എന്ന് പറഞ്ഞാൽ ക്യാഷ് ഫ്ലോ, R പറഞ്ഞാൽ ഡിസ്കൗണ്ട് റേറ്റ്, N എന്ന് പറയുന്നത് നമ്പർ ഓഫ് പീരിയഡ്. ഇതിൽ ചില ഇക്വേഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും സിഗ്മ വെച്ചിട്ട് CF ഡിവൈഡഡ് ബൈ 1 plus R എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ചെയ്യാറുണ്ട്. അത് ഇതിൻ്റെ ടോട്ടലാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് NPV. ഒന്ന്, ഇഫ് NPV ഈസ് പോസിറ്റീവ്, 0ക്ക് മുകളിലാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ജനറേറ്റ് മോർ ക്യാഷ് ഇൻഫ്ലോ ദാൻ ഔട്ട്ഫ്ലോ. നമ്മൾ അതിന് ചിലവഴിക്കുന്ന പണത്തെക്കാട്ടി കൂടുതൽ ഇൻഫ്ലോ ഉണ്ടായിരിക്കും. റിസൾട്ട് ഇൻ വാല്യൂ ആഡഡ് അവർ പ്രോഫിറ്റബിൾ പ്രൊജക്റ്റ്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് പ്രോഫിറ്റബിൾ പ്രൊജക്റ്റാണ്. NPV ഇൻഡിക്കേറ്റ് ദ പ്രൊജക്റ്റ് റിട്ടേൺ എക്സീഡ് ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ. ഇഫ് NPV ഈസ് നെഗറ്റീവ്, NPV നെഗറ്റീവാണ്, ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എക്സ്പെക്റ്റഡ് റിസൾട്ട് മോർ ക്യാഷ് ഫ്ലോ ഔട്ട്ഫ്ലോ ദാൻ ഇൻഫ്ലോ. ഇങ്ങോട്ട് വരുന്നതിനെക്കാട്ടും കൂടുതൽ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഇവിടെ എന്താ ഇൻഡിക്കേറ്റ്? ലോസ് ഓർ വാല്യൂ ഡിസ്ട്രക്ഷൻ. നമ്മൾ അങ്ങോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന അത്ര ഇങ്ങോട്ട് തിരിച്ചതിന്ന് പ്രോഫിറ്റ് വരില്ല. നെഗറ്റീവ് NPV സജസ്റ്റ് ദാറ്റ് ദ പ്രൊജക്റ്റ് ഈസ് റിട്ടേൺ ആർ ലോവർ ദാൻ ദ റിക്വയർഡ് റേറ്റ് ഓഫ് റിട്ടേൺ മേ നോട്ട് ബി ഫിനാൻഷ്യലി വയബിൾ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ കുറവാണ്, റിക്വയർഡ് റിട്ടേണിനെ കാട്ടി കുറവാണ്, അത് ഫിനാൻഷ്യലായിട്ട് വയബിൾ അല്ല എന്നാണ്. NPV 0 ആണെങ്കിൽ പ്രൊജക്റ്റ് ക്യാഷ് ഇൻഫ്ലോ എക്സാക്ട്ലി ഓഫ്സെറ്റ് ദ ക്യാഷ് ഔട്ട്ഫ്ലോ. ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈക്വൽ ആയിട്ട് ഇൻഡിക്കേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വുഡ് നെയ്തർ ആഡഡ് നോർ ഡിട്രാക്ട് വാല്യൂ അസ്യൂമിങ് ദ ഡിസ്കൗണ്ട് റേറ്റ് ഈസ് അപ്രോപ്രിയേറ്റ്. ഓക്കെ, ഇത് ഒരു പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവാത്ത കണ്ടീഷനാണ്. ഇതിൻ്റെ കൺസിഡറേഷൻ ഓഫ് ഇൻ NPV അനാലിസിസ്. ഒന്ന്, NPV അനാലിസിസിൽ കൺസിഡർ ചെയ്യേണ്ടതെന്ന് ഡിസ്കൗണ്ട് റേറ്റ് സെലക്ഷൻ, ഡിസ്കൗണ്ട് റേറ്റ് സെലക്ട് ചെയ്യണം. ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ്, അതിൻ്റെ ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യണം. റിസ്ക് അസസ്മെൻറ്റ്, അതിൻ്റെ റിസ്ക് എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. ഡിസിഷൻ റൂൾ വിത്ത് NPV. ഇൻ ക്യാപിറ്റൽ ബഡ്ജറ്റും ഡിസിഷൻ പ്രൊജക്റ്റ് വിത്ത് പോസിറ്റീവ് NPV ആർ ജനറലി കൺസിഡേർഡ് ആക്സെപ്റ്റബിൾ. പോസിറ്റീവായിട്ടുള്ള NPV നമ്മൾ നേരത്തെ ഇക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ കാണുമ്പോൾ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എടുക്കാൻ കഴിയും, വർത്ത് വെൽ. ദേ ആർ എക്സ്പെക്റ്റഡ് ടു ഇൻക്രീസ് ഷെയർ ഹോൾഡേഴ്സ് വെൽത്ത് വെൻ കമ്പയറിംഗ് മൾട്ടിപ്പിൾ ഇൻവെസ്റ്റ്മെൻറ്റ് ആൾട്ടർനേറ്റീവ്. ദ പ്രൊജക്റ്റ് വിത്ത് ഹൈയസ്റ്റ് NPV ഈസ് ടിപ്പിക്കലി പ്രിഫേർഡ് അസ്യൂമിങ് ഓൾ അതർ ഫാക്ടേഴ്സ് ആർ ഈക്വൽ. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് നമ്മൾ NPV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ NPV പോസിറ്റീവ് ആണെങ്കിൽ അത് ഫിനാൻഷ്യലി സൗണ്ടാണ്. ഇനി രണ്ടിലധികം പ്രൊജക്റ്റുകളുണ്ട്, അത് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹയസ്റ്റ് ഏതിനാണോ NPV ഉള്ളത് അതാണ് നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്.
ഇനി അഡ്വാൻറ്റേജ് ഓഫ് എൻ പി വി ഈസ് കൺസിഡർഡ് ദ ടൈം വാല്യൂ ഓഫ് മണി. ഇതിന് ഒന്നാമത്തത് ടൈം വാല്യൂ ഓഫ് മണി ഇത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മൾ പറഞ്ഞതാണ് ഇന്ന് നമുക്കൊരു ഡോളർ കിട്ടുന്നത് നാളത്തെക്കാട്ടിലും വർത്തായിരിക്കും എന്നുള്ളത്, അത് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇത് കൺസിഡർ ട്രൂ മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി. ഇത് ട്രൂ മെഷർ ഓഫ് പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ബിക്കോസ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓൾ എസ്റ്റിമേറ്റഡ് ക്യാഷ് ഫ്ലോസ് ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് ദാൻ എനി ആർബിട്രറി അസംഷൻ. ഒരു ആർബിട്രറി അസംഷനെക്കാട്ടിലും ഇത് എടുക്കുന്നത് എത്രയാണോ ക്യാഷ് ഫ്ലോസ് ഉള്ളതും അതുപോലെ അതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റിൻ്റെയും ബേസിലാണ് ഇത് മെഷർ ചെയ്യുന്നത്. ഇത് കമ്പ്യൂട്ടഡ് ആഡ് ഇൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോ ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ്. ഇത് കമ്പ്യൂട്ട് ചെയ്യുന്നത് ആഡ് ഇൻ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സ്. ദിസ് വാല്യൂ അഡീഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് മെറിറ്റ് ഓഫ് എൻ പി വി മെത്തേഡ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ഇൻ ഫ്യൂച്ചർ ഇയേഴ്സിൽ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഫ്ലോസ് ഇത് ആഡ് ചെയ്യുന്നുണ്ട് കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അത് ഇതിൻ്റെ ഒരു മെറിറ്റാണ്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സാണ് പറയുന്നത്. ഇറ്റ് ഈസ് വെരി യൂസ്ഫുൾ ക്യാഷ് ഫ്ലോ ആർ സർട്ടൺ ഇഫ് ക്യാഷ് ഫ്ലോ ആർ നോട്ട് സർട്ടൺ. ഇത് സേർട്ടൺ ആണെങ്കിൽ ഇത് യൂസ്ഫുൾ ആണ്, പക്ഷേ ഇത് നോട്ട് സേർട്ടൺ ആണെങ്കിൽ ഇറ്റ് മേക്ക് ദ കമ്പ്യൂട്ടേഷൻ ഓഫ് എൻ പി വി ടെഡിയസ് ടാസ്ക്. കൃത്യമായിട്ട് അതിൻ്റെ ക്യാഷ് ഫ്ലോ നമുക്ക് അറിയില്ലെങ്കിൽ നമുക്ക് ഇതെന്താണ്, ഇതിൻ്റെ കമ്പ്യൂട്ടേഷൻ എന്തായിരിക്കും, റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു അറൈവ് ഫീസിബിൾ ഡിസ്കൗണ്ട് റേറ്റ്. നമുക്കൊരു ഫീസിബിളായിട്ട് ഡിസ്കൗണ്ട് റേറ്റിൽ എത്താൻ നമുക്ക് ഡിഫിക്കൽട്ടാണ്. ദ റാങ്കിങ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊജക്റ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ സൈസ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റ്. ഇതിൻ്റെ റാങ്കിങ് എന്ന് പറയുന്നത് സൈസ് ഓഫ് ഡിസ്കൗണ്ട് റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, പ്രസൻറ്റ് വാല്യൂ ഡിക്ലൈൻ വെൻ ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ്. പ്രസൻറ്റ് വാല്യൂ എന്ത് ചെയ്യും, ഡിക്ലൈൻ ചെയ്യും ഡിസ്കൗണ്ട് റേറ്റ് ഇൻക്രീസ്. ഹെൻസ് പ്രൊജക്റ്റ് മേക്ക് ഇറ്റ് റിവേഴ്സ്ഡ് വെൻ ഡിസ്കൗണ്ട് റേറ്റ് ചേഞ്ച്ഡ്. ഡിസ്കൗണ്ട് റേറ്റ് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊജക്റ്റ് റാങ്കിങ് റിവേഴ്സ് ആവാനുള്ള സാധ്യത ഉണ്ട്. ഇത്രയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും കരുതുന്നു. ഓക്കെ, താങ്ക് യു. നമ്മൾ അടുത്തതിൽ നമ്മൾ പറയുന്നത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ആണ്. ഓക്കെ, താങ്ക് യു.